അഭിലാഷേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു കൊച്ചിക്കാരനുണ്ട്. വിഷ്ണു ആരാ? വിഷ്ണു നമ്മുടെ കൂടെ അങ്ങനെ ഇത് നമ്മുടെ ഇപ്പൊ ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന ചങ്കുബ്രോയുടെ നായകനാണ്. അത് മാത്രമല്ല ഞാൻ ഈ റീച്ച് ആവുന്നതിന് മുമ്പ് എന്നെ ഷോർട്ട് ഫിലിമിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്നത് പുള്ളിയാണ്. ആണോ? അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വിഷ്ണുവിനോട്, ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റ് ഒക്കെ പുള്ളിയാണ് ഫൈറ്റ് മാസ്റ്ററും നായകനും പുള്ളി തന്നെയാണ്. ഫൈറ്റ് ഒറിജിനൽ ഇടിയാണ്, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ലോ. നല്ല ഇടി, ഒറിജിനലി നല്ല ഒറിജിനലായിട്ട് ഇടിച്ചത്. ഫൈറ്റ് ആയിരുന്നു. അല്ല ഞാൻ ചോദിച്ചില്ല, ഈ ഒരു വർക്ക് ചെയ്തിരുന്നല്ലോ അദ്ദേഹം നേരത്തെ വർക്കിൽ ഞാൻ പോയിട്ടില്ല. അപ്പൊ അതിൽ എന്റെ വേഷം എന്നായിരുന്നു വിഷ്ണു ചിരിക്കരുത്. ഒരു മീൻകാരൻ പൈസ വാങ്ങാൻ ചേച്ചിനെ വീട്ടിൽ കയറുന്നു, അങ്ങനെ ഒരു വീഡിയോ ആണ്. അത് ഭയങ്കര വൈറലായ സാധനമാണ്. അപ്പൊ അതിന് ശേഷമാണ് ഇപ്പൊ ചങ്ക് ബ്രോലെ. ഈ ചങ്ക് ബ്രോനെ കുറിച്ച് എനിക്ക് കാര്യം പറയാം. സിനിമ പോലെയാണല്ലോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അന്യൻ സിനിമയിലെ ശങ്കർ സാർ ചെയ്ത പോലെ ഒരു വർഷം എടുത്തല്ലോ അല്ലേ? അല്ല ഒരുപാട് അല്ല ഞാൻ പറഞ്ഞ വേറെ ഒന്നും കണ്ടില്ല. നമ്മുടെ ഫണ്ട് വന്ന പോലെയാണ് നമ്മളിത് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ആരോടും 5 പൈസ വാങ്ങിയിട്ടില്ല. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ള പോലെ നമ്മളത് വീഡിയോ എടുത്ത്. പിന്നെ നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണ്, ഡാൻസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടല്ലോ, സകലകല വല്ലഭനാണല്ലോ. ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാമില്. പൊന്നര എന്ന് പറഞ്ഞ ഒരു പടത്തില് ഞാനാണ് ഒരു പാട്ട്. പൊന്നര എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തല്ലേ, അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ജിബിൻ ഇടവനക്കാരന്റെ. പൊന്നര എന്ന് പറഞ്ഞ സിനിമ അല്ലേ, ദാസേട്ടനൊക്കെ പാടി തൃശ്ശൂരല്ലേ ഇടവനക്കാരൻ. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകളും പ്രവർത്തിച്ചിട്ടുണ്ട്, ഡാൻസ് ട്രൂപ്പ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ധർമ്മജേനൊക്കെ ആയിട്ട് നല്ല സൗഹൃദമായിട്ട് പോകുന്നു അല്ലേ? അതാണ്. അപ്പൊ വിഷ്ണു എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവങ്ങളൊക്കെ ചങ്കബ്രോടെ? പുള്ളി തന്നെയായിരുന്നു ഞങ്ങളെ ഫൈറ്റ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ ആദ്യം വിളിക്കേണ്ടി വന്നില്ല. പക്ഷെ ഫൈറ്റ് ഒറിജിനലായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഇടിയും കാര്യങ്ങളായിരുന്നു. ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റി. പക്ഷെ നമ്മൾ അത് നോക്കണ്ട, നമ്മളാ ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. ഒരു വേഷം തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഓണത്തിന് കാണാം. ഓണത്തിനാണ് റിലീസ് അല്ലേ? അല്ല ഞാനൊരു കാര്യം ചെയ്യല്ലോ, ഓണത്തിന് വേറെ പടം കൂടെ ഉണ്ടല്ലോ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരന്, തയ്യൽ മിഷൻ. മത്സരമാണ്, ഏതോ വലിയൊരു പടത്തിനെതിരുള്ള മത്സരമാണ് അത്. ഇതിനകത്ത് നമ്മളെ എന്റെ പടം ഇപ്പൊ യൂട്യൂബിലാണ് ഇറങ്ങുന്നത്. മറ്റേത് തയ്യൽ മിഷൻ ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിനയൻ കോതമംഗലമാണ് അദ്ദേഹത്തിന്റെ. അല്ല വിനയൻ കോതമംഗലം. പിന്നെ അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഗായത്രി ആണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ആർട്ടിസ്റ്റുകളുടെ പേരെന്ന് പറയാം വിഷ്ണു. കിച്ചു ടെലസ്, പ്രേം, അതായത് വിനയന്റെ അനിയൻ, ചേട്ടൻ. അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടല്ലേ. നല്ലൊരു മൂവിയല്ലേ? സസ്പെൻസ് ആണ്, പറയുന്നില്ല. എന്തായാലും പടത്തിന് എല്ലാവിധ അല്ല സസ്പെൻസ് തന്നെയാണല്ലേ. പേര് കേൾക്കുമ്പോൾ ഒരു എന്താണെന്ന് ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട് തയ്യൽ മെഷീൻ്റെ. അപ്പോൾ എന്തായാലും ചങ്ക് ബ്രോ എന്ന സിനിമ എല്ലാവരും കാണുക. ഞാനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി കേട്ടോ. ആർട്ടിസ്റ്റിനെ മറന്നുപോയില്ലേ? സത്യത്തിൽ വിഷ്ണു പറഞ്ഞല്ലോ. ഇല്ല. അത് തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങളായിട്ട് ഞങ്ങളുടെ ഈ വർക്കിനെ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ചങ്ക് ബ്രോയും തയ്യൽ മെഷീനും നിങ്ങൾ ഏറ്റെടുക്കുക.